ഈശാവാസ്യോപനിഷത്തിൻ്റെ 1-ാമത്തെ മന്ത്രത്തിൽ തന്നെ കാണാം, കസ്യസിദ്ധനം, ആരുടേതായി ധനമൊക്കെ. ഞാൻ എൻ്റെതാണ്, നീ നിൻ്റെതാണെന്ന് പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട്. വാസ്തവത്തിൽ ആരുടേതാണ്? ഈ പ്രപഞ്ചത്തിൻ്റെതാണ്. ഈ പ്രപഞ്ചത്തിലെ മഹാസമ്പത്താണ്. അതിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തനം ചെയ്യുന്നു, നമ്മുടെ ഷെയർ കിട്ടുന്നു, അത് നമ്മൾ വിനിയോഗിക്കുന്നു. അതിൽ അന്ധമായി എൻ്റെ എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഓരോരുത്തരും കൊണ്ടുപോകില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക, പണം സമ്പാദിക്കുക, ധനം സമ്പാദിക്കുക, ആ ധനം സമാജത്തിന് വേണ്ടി വിനിയോഗിക്കുക. ചെറിയ 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 നീർച്ചാലുകൾ ഒത്തുചേർന്ന് അരുവികളായി, അരുവികൾ ചേർന്ന് പുഴകളായി. ഈ പുഴ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ ജലരാശിയെ? ഇല്ല. അത് ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം സമാഹരിക്കണ്ടെന്ന് പറഞ്ഞില്ല. മനോഹരമായൊരു ചിത്രം വേദത്തിലുണ്ട്. 100 കൈകളെ കൊണ്ട് സൂര്യൻ ജലം സമാഹരിക്കുന്നു, എന്നിട്ട് 1000 കൈകളെ കൊണ്ട് കൊടുക്കുന്നു. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ദിവസവും. ഒരു ചെറിയ പ്രദേശത്ത് രൂപപ്പെടുന്ന മർദ്ദവ്യതിയാനമാണ് വലിയൊരു കാറ്റായിട്ടൊരു വലിയ പ്രദേശത്തിന് അനുഗ്രഹം നൽകുന്നത്. അനുഗ്രഹം ചിലപ്പോൾ നിഗ്രഹമാവും, അത് വേറെ വിഷയം. അവിടെയാണ് ഋഷിയുടെ ചോദ്യം, കസ്യസിദ്ധനം. കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോൾ അത് പുതിയെന്തോ ഇസമാണെന്ന് നമുക്ക് തോന്നും. വികൃതമായ വികലമായ പാർട്ടി കമ്മ്യൂണിസം അല്ല പറഞ്ഞത്, പാർട്ടിയിസമല്ല. കമ്മ്യൂണിസം ശുദ്ധമായ ആദർശപരമായ കമ്മ്യൂണിസം നല്ലതാണ്. പക്ഷെ അത് പുതിയതല്ല, അത് വേദത്തിൻ്റെയാ. കസ്യസിദ്ധനം. കസ്യസിദ്ധനം എന്നുള്ള ചോദ്യത്തിൽ നമുക്കതിൻ്റെ മൂലം കാണാം.